ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് 2025 തുടങ്ങിയപ്പോൾ ഈ വർഷം ഞാൻ തകർക്കും. എല്ലാ ദിവസവും ലോങ് വീഡിയോ, ഒരു 4 ഷോർട്സ്, അങ്ങനെ എല്ലാവരെയും പോലെ തന്നെ ഒരുവിധം യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. ഞാനും ഭയങ്കരമായ തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷേ 2025 ജനുവരിയിൽ ആകെ ചെയ്തത് 1-2 ലോങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ 2025 ജനുവരി എന്തായാലും കയ്യിൽ നിന്ന് പോയി. ഇനി ഫെബ്രുവരിയിൽ ഇതുപോലത്തെ തീരുമാനങ്ങളൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാത്തത് മടി കൊണ്ട് മാത്രമാണെന്ന് കരുതരുത് കേട്ടോ. മടി ഒരു ഫാക്ടറാണ്, എന്നാൽ പോലും നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മാനേജ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. മറ്റേ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന പോലെ എല്ലാം ഞാനായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇതേ നല്ല നല്ല വെറൈറ്റീസ് നമുക്ക് മുൻപ് കൊടുത്തതിനേക്കാളും റേറ്റ് കുറവിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്ലാന്റ് കിട്ടുന്ന പ്രൈസിനനുസരിച്ച് നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് പ്ലാന്റ് കൊടുക്കുന്ന സമയത്തും കസ്റ്റമേഴ്സിന് പ്ലാന്റിൻ്റെ ആ ഒരു റേറ്റിൽ വ്യത്യാസം കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്, സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് സെയിലിനായിട്ട് ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള പ്ലാന്റുകൾ സീഡ്ലിംഗ് പ്ലാന്റുകളാണ് സ്പെഷ്യലി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ അത്രയൊക്കെ ഉള്ള വലുപ്പമുള്ള ഒട്ടും ഹെൽത്തി അല്ലാത്ത പ്ലാന്റുകളാണ് ഒരു വർഷം മുൻപൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ വെറൈറ്റീസും തീരെ കുഞ്ഞ സീഡ്ലിങ്സ് ഒന്നും നമുക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാം തന്നെ നല്ല ഹെൽത്തി സീഡ്ലിങ്സ് ആണ്. അത്യാവശ്യം വണ്ണമൊക്കെ ആയിട്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നിൽക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ സ്പെഷ്യൽ വെറൈറ്റി ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് 160 രൂപയും നോർമൽ വെറൈറ്റി ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് 130 രൂപയാണ് വരുന്നത്. എല്ലാം തന്നെ കൃത്യമായ ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ്. ID മാറി വിരിയുക എന്നുള്ളത് 99% സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റാബിറ്റ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ വെറൈറ്റിയിട്ട് വന്നിട്ടുള്ള സീഡ്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു വെറൈറ്റി തൊട്ടിട്ടാണ് പർപ്പിൾ ഗ്രീൻ 3 ലീഫ് തൊട്ടിട്ടാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നത്. അപ്പോൾ ഇതിൽ ചില സ്പെഷ്യൽ നോർമൽ വെറൈറ്റീസും വരുന്നുണ്ട്, എങ്കിൽ കൂടുതലും നമുക്ക് നോർമൽ അല്ല സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നേരത്തെ കാണിച്ച ചാഞ്ചാവ് ബ്രൗണൊക്കെ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇറങ്ങിയ വെറൈറ്റീസ് ആണ്, ഞാൻ മുൻപ് കണ്ടിട്ടില്ല. ഇനി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ സോണിയ ഒരു നോർമൽ വെറൈറ്റി ആണെങ്കിലും ഇപ്പോൾ അടുത്തിടെയായിട്ട് അതിൻ്റെ സീഡ്ലിങ്സ് വരാറില്ല, ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ എല്ലാം തന്നെ ഒരുവിധം എല്ലാം തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്ലാന്റിൻ്റെ സൈസോ അല്ലെങ്കിൽ പ്ലാന്റ് കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തർക്കും നമുക്ക് അതിൽ നിന്ന് പ്ലാന്റ് എടുത്ത് ആ കാണിക്കുന്ന പ്ലാന്റ് തന്നെ നമുക്ക് അയക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് പാക്ക് ചെയ്യുന്നതിന് മുൻപ് ഏത് പ്ലാന്റ് ആണോ നമ്മൾ കസ്റ്റമർക്ക്, അതായത് ആ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഏത് പ്ലാന്റ് ആണോ അയച്ചു കൊടുക്കുന്നത് ആ ഒരു പ്ലാന്റിൻ്റെ എക്സാക്ട് ഫോട്ടോ നമ്മൾ കാണിക്കും. അതേ പ്ലാന്റ് തന്നെ നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. അന്നേരം നമ്മൾ ഫോട്ടോ കാണിക്കുന്ന നേരത്ത് അത് താല്പര്യമായിട്ടില്ല വേണ്ടാന്നാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഒന്നും അവിടെ ആവശ്യമില്ല. അപ്പോൾ നോർമലി നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുക. സ്പീഡ് പോസ്റ്റ് വേണ്ടവർ അത് സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടത്. കാരണം എല്ലാ DTDC ഓഫീസിലും അവർ നമുക്ക് എന്താ പറയുക വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സൗകര്യം മിക്കവാറും DTDC ഓഫീസുകളിൽ ഇല്ല. നമ്മൾ അവിടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസ് ഇവിടുന്ന് അയക്കുകയാണെങ്കിൽ വീട്ടിലെത്തിച്ച് തരും. ബോക്സൊക്കെ ഒരുപാട് വലുപ്പമുള്ളതാണെങ്കിലാണ് ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ അവർ പറയാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ സീഡ്ലിങ്സ് ഉള്ളത്. ഈ ഫോട്ടോസ് കാണിച്ചാണ് കേട്ടോ സീഡ്ലിങ്സിൽ വരുന്നത്. ഇതിപ്പോൾ കാണുന്നത് കവായിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് എത്തിയിട്ടില്ല. പിന്നെ സീഡ്ലിങ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോത്തിനായിട്ട് എങ്ങനെ പോട്ട് ചെയ്യണം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു തരാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി കാണാൻ നമ്മുടെ ഓർക്കിഡ് പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ രാത്രി എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയി വീണ്ടും